വ്ലോഗ് ഓൺ മീഡിയയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചുള്ള വീഡിയോ സീരീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ സീരീസിൽ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ ഭാഗമായത്. അപ്പോൾ ആദ്യത്തെ ഭാഗം കാണാത്തവർ അതുകൂടി കണ്ടതിന് ശേഷം ഇത് കാണുക. നമ്മളിന്ന് സെഷൻ 3 ആണ് നോക്കുന്നത്. അടുത്ത സെഷൻ 4 വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫയർമാൻ പരീക്ഷയ്ക്ക് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം, വെള്ളത്തിൽ വെച്ച് ഉണ്ടാകുന്ന അപകടം, പിന്നെ പൊള്ളൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട് വേണ്ടുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അടുത്ത സെഷൻ 4 നമ്മൾ പറയും. പിന്നെ അതിനുശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സേഫ്റ്റി പ്രിക്കോഷൻസും പിന്നെ പ്രീവിയസ് കുറച്ച് ചോദ്യങ്ങളും ആകുമ്പോഴത്തേനും ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇന്നത്തെ കാര്യം നമുക്ക് പ്രധാനമായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്രതീക്ഷയോടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ആസ് എ ഫസ്റ്റ് എയ്ഡർ ദി ഫസ്റ്റ് തിങ് ഈസ് ടു മാനേജ് ദി സിറ്റുവേഷൻ ആൻഡ് സ്റ്റേ ഇൻ ചാർജ് അണ്ടിൽ ദി അറൈവൽ ഓഫ് മെഡിക്കൽ ഹെൽപ്പ് ഓർ ആംബുലൻസ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് എയ്ഡർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഥമ ശുശ്രൂഷ നൽകാൻ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഫസ്റ്റ് എയ്ഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡറിൻ്റെ കടമകളും ഏകദേശം അന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്, അതൊന്ന് അറിഞ്ഞിരിക്കുക. കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഒരു ഫസ്റ്റ് എയ്ഡറിൻ്റെ കടമകളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിക്ടിമിൻ്റെ ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യണം. ഒരു ഫസ്റ്റ് എയ്ഡർ കടമയപ്പെടുന്ന ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിക്ടിമിൻ്റെ കാഷ്വാലിറ്റിയുടെ ചുറ്റുമുള്ള അനാവശ്യമായ ആൾക്കൂട്ടം ഒഴിവാക്കണം. പിന്നീട് ആ കാഷ്വാലിറ്റിയുടെ സാധനങ്ങളോ അങ്ങനെ എന്തെങ്കിലും വസ്തുക്കളോ ഉണ്ടെങ്കിൽ അതും ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത്, അതായത് ഒരു ആക്സിഡൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളോ എന്തെങ്കിലും വരുന്ന സമയത്ത് ഒരു ഫസ്റ്റ് എയ്ഡർ ആദ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതായത് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ചെക്ക് ഫോർ ബ്ലീഡിങ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ചെക്ക് ഫോർ ഹെഡ്, നെക്ക് ആൻഡ് സ്പൈനൽ ഇഞ്ചുറി. മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റർമൈൻ റെസ്പോൺസീവ്നെസ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് നോക്കാം, ചെക്ക് ഫോർ ബ്ലീഡിങ്. അതായത് ബ്ലീഡിങ് ഉണ്ടോ എന്ന് നോക്കണം. ഇനി അഥവാ ബ്ലീഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ബ്ലീഡിങ് ബൈ അപ്ലൈയിങ് ഡയറക്റ്റ് പ്രഷർ ഓൺ ദി വൂണ്ട് ഏരിയ. അപ്പോൾ ബ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ബ്ലീഡിങ് കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാം അത് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുറിവ് പറ്റിയ ഭാഗത്ത് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം ബ്ലീഡിങ് കുറയും. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ചെക്ക് ഫോർ ബ്ലീഡിങ്. രണ്ടാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് ഫോർ ഹെഡ്, നെക്ക് ആൻഡ് സ്പൈനൽ ഇഞ്ചുറി. രണ്ടാമത്തേത് ചെക്ക് ഫോർ ഹെഡ്, നെക്ക് ആൻഡ് സ്പൈനൽ ഇഞ്ചുറി. അതായത് രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് ആളുടെ വിക്ടിമിന് തലയ്ക്കോ കഴുത്തിനോ സ്പൈനലിനോ നട്ടലിനോ എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയിട്ടുണ്ടോ നോക്കണം. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച് ഇങ്ങനെ ഹെഡ്, നെക്ക്, സ്പൈനൽ ഇഞ്ചുറി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മൊബിലൈസ് എ വിക്ടിം ടു പ്രിവെൻറ്റ് ഫർദർ ഇഞ്ചുറി. മൂവിങ് ദി വിക്ടിം വിൽ ഓഫൺ ഇൻക്രീസ് ദി ഇമ്പാക്റ്റ് ഓഫ് സ്പൈനൽ ഇഞ്ചുറീസ്. അതായത് മാക്സിമം മൂവ്മെൻറ്റ് കുറയ്ക്കുക. അഥവാ മൂവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ വിക്ടിമിൻ്റെ സ്പൈനൽ ഇഞ്ചുറിയുടെ ആഘാതം കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പരമാവധി മൂവ്മെൻറ്റ് കുറയ്ക്കണം. അപ്പോൾ 2 പോയിന്റ്, ചെക്ക് ഫോർ ബ്ലീഡിങ്ങും ചെക്ക് ഫോർ ഹെഡ്, നെക്ക് ആൻഡ് സ്പൈനൽ ഇഞ്ചുറി. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റർമൈൻ റെസ്പോൺസീവ്നെസ്. ഇവിടുത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പോൺസ് ഉണ്ടോയെന്ന്, ബോധം ഉണ്ടോ എന്ന് നോക്കണം. പിന്നീട് ബ്രീത്തിങ് ഉണ്ടോ എന്ന് നോക്കണം. ഈ 2 കാര്യം ഇവിടെ നോക്കേണ്ട കാര്യമാണ്. ഇനി അഥവാ റെസ്പോൺസ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ റെസ്പോൺസ് ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ആളെ റെസ്പോണ്ട് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു സംസാരിച്ചോ ആ ഒരു ചെറിയൊരു റെസ്പോൺസ് എങ്കിലും വരുത്താൻ പറ്റുമെങ്കിൽ അത് ശ്രമിക്കുക. പിന്നെ ബ്രീത്തിങ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തും അവരുടെ മുഖത്തിൽ കൂടി കൃത്യമായിട്ട് ശ്വാസം കൊടുക്കാനുള്ളൊരു ശ്രമിച്ച് നോക്കുക. അപ്പോൾ ഈ 2 കാര്യം ഡിറ്റർമൈൻ റെസ്പോൺസീവിനകത്ത് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, പിന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ഒന്നും കൊടുക്കാൻ പാടില്ല. ഫ്ലൂയിഡ് എങ്ങാനും കൊടുക്കുകയാണെന്നുണ്ടെങ്കിലുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ എയർ ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് PSCയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെക്ക് ഫോർ ബ്ലീഡിങ്ങും, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചെക്ക് ഫോർ ഹെഡ്, നെക്ക് ആൻഡ് സ്പൈനൽ ഇഞ്ചുറി, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റർമൈൻ റെസ്പോൺസീവ്നെസ്. ഈ 3 കാര്യം നമുക്ക് ഒരു PSC സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ABC എന്ന് പറയുന്നത് ഒബ്സർവ് ABC. അത് നമ്മൾ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെ. അതായത് A എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർവേ, അതായത് ശ്വാസം പോകുന്ന ആ ഒരു പാത്ത് ബ്ലോക്ക് ആണോ അല്ലെങ്കിൽ ആ ഒരു വേറെ ഒന്നും തടസ്സപ്പെടുത്തിയ ശ്വാസം പോകുന്ന ആ പാത വേറൊന്നും തടസ്സപ്പെടുത്തിയിട്ടില്ല എന്ന് ഒന്ന് ഉറപ്പുവരുത്തണം. അതാണ് ഈ എയർവേ എന്ന് പറയുന്നത്. പിന്നെ B എന്ന് പറയുന്നത് ബ്രീത്തിങ് എന്ന് പറയുന്നത് മേക്ക് ഷുവർ ദി വിക്ടിം ഈസ് ബ്രീത്തിങ്. ഇഫ് യു ആർ ട്രെയിൻഡ് ടു ഗീവ് മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ ദിസ് ഫെസിലിറ്റേറ്റ് ബ്രീത്തിങ്. അതായത് ബ്രീത്തിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം.
ആ വിക്ടിമിന് ബ്രീത്തിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇനി അഥവാ ബ്രീത്തിങ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം, മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ കൊടുക്കാൻ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനൊരു മെഡിക്കൽ ഹെൽപ്പ് അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കണം. പിന്നെ മൂന്നാമത്തത് സി, സർക്കുലേഷൻ. അപ്പോൾ എയ്ക്കകത്ത് എ എന്ന് പറയുന്നത് എയർവേയും ബിക്കകത്ത് ബി എന്ന് പറയുന്നത് ബ്രീത്തിങ്, പിന്നെ സി എന്ന് പറയുന്നത് സർക്കുലേഷൻ. സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ചെക്ക് ഫോർ ദി പൾസ് ടു എൻഷുർ ദാറ്റ് ദി ഹാർട്ട് ഈസ് ബീറ്റിംഗ് നോർമലി. അതായത് പൾസ് നോർമൽ ആണെന്ന് ചെക്ക് ചെയ്യണം. പിന്നീട് ഇനി അഥവാ അതിലെന്തായാലും വേരിയേഷനോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രെയിനിങ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ. ഇത് CPR ചെയ്യുമ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ടും ലങ്സും ഏകദേശം ഒരുപോലെ ഫങ്ഷൻ ചെയ്യുന്നില്ല എന്ന് ഏകദേശം ഒരു സംശയം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ, CPR ചെയ്യാവുള്ളൂ. CPR ചെയ്യുന്നതിന് ഏകദേശം 7 സ്റ്റെപ്പ് ഉണ്ട്. അത് നമ്മൾ ഈ ഹാർട്ട് അറ്റാക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ചെയ്യുന്നൊരു ഫസ്റ്റ് എയ്ഡ് പോലെയുള്ള സംഭവം അത് CPR എന്ന് പറയുന്നത്. ഇത് പല സ്റ്റാഫ് നേഴ്സ് അങ്ങനെയുള്ള പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം CPR എന്താണെന്ന് അറിഞ്ഞിരിക്കുക, കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അത് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്ക് മാത്രമേ അത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം. ഏകദേശം ഒരു 7 സ്റ്റെപ്പെങ്കിലും ഉണ്ട് CPR ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർവേ, ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീത്തിങ്, സി എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കുലേഷൻ. നമ്മളെ സംബന്ധിച്ച് ഇത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ സ്റ്റെപ്പ് 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾ എമർജൻസി സർവീസസ്. അതൊന്നുമില്ല, ഇത്രയും നമ്മൾ 3 സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് ഒരു മെഡിക്കൽ ഹെൽപ്പ് അറേഞ്ച് ചെയ്യുക എന്നുള്ള കാര്യം 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞ 4 സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് പറഞ്ഞ കാര്യം ബ്ലീഡിങ് ഉണ്ടോ എന്ന് നോക്കണം. 2ാമത്തെ സ്റ്റെപ്പിനകത്ത് ചെക്ക് ഫോർ ഹെഡ്, നെക്ക് ആൻഡ് സ്പൈനൽ ഇഞ്ചുറി. 3ാമത്തേനകത്ത് ഡിറ്റർമൈൻ റെസ്പോൺസീവ്നെസ്, റെസ്പോൺസ് ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ABC. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർവേ, ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീത്തിങ്, സി എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കുലേഷൻ. പിന്നെ പറഞ്ഞ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ CPRൻ്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കുക, കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ. പിന്നെ 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എമർജൻസി സർവീസ്, അതായത് മെഡിക്കൽ ഹെൽപ്പ് എത്രയും പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഈ ABC എന്ന് കൂടാതെ DE എന്നുള്ള സംഭവം കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർവേ, പിന്നെ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീത്തിങ്, സി എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കുലേഷൻ, ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. അതായത് സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഹാർട്ട് ബീറ്റും എല്ലാം നോർമൽ ആണെന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് ചെക്ക് ചെയ്യുക. പിന്നെ ഡി എന്ന് പറഞ്ഞാൽ ഡിസേബിലിറ്റി. നമ്മളുടെ ഒരു പ്രവർത്തനം കൊണ്ട് ഒരു ഡിസേബിലിറ്റി ഉണ്ടാകാതെ, വേറൊരു ഇഞ്ചുറിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അതാണ് ഡിസേബിലിറ്റി എന്ന് പറയുന്നത്. പിന്നീട് എക്സ്പോഷർ, അതാണ് ABCDE എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം ABC, അതായത് എയർവേ, ബ്രീത്തിങ്, സി. പിന്നെ 2 കൂടി അറിഞ്ഞിരിക്കുക. ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസബിലിറ്റി, ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോഷർ. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമല്ല. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പനിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്നുള്ള പനിയെക്കുറിച്ച് ചെറിയൊരു കാര്യം പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, അതുകൂടി നോക്കാം. അപ്പോൾ ആദ്യത്തെ അസുഖം എന്ന് പറയുന്നത് ഫീവർ. അപ്പോൾ ഫീവർ ഈസ് ഹയർ ദാൻ നോർമൽ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ. അതായത് ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചറിനേക്കാളും കൂടുതലായിരിക്കും പനി വരുന്ന സമയത്ത് ശരീര താപനില എന്ന് പറയുന്നത്. നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. പിന്നീട് ഈ ബോഡി ടെമ്പറേച്ചറിനെ ആസ്പദമാക്കിയിട്ട് പനി ഒരു 3 തരത്തിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, അതുകൂടി അറിഞ്ഞിരിക്കുക. ലോ ഫീവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 98.8 ഡിഗ്രി ഫാരൻഹീറ്റ് മുതൽ 100.8 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ആയിരിക്കും ലോ ഫീവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത് മൈൽഡ് ടു മോഡറേറ്റ്. ആ മൈൽഡ് ടു മോഡറേറ്റ് എന്ന് പറയുമ്പോഴത്തേനും 101 ഡിഗ്രി ഫാരൻഹീറ്റ് മുതൽ 103 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ആയിരിക്കും. പിന്നീട് ഹൈ ഫീവർ എന്ന് പറഞ്ഞാൽ 104 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിലായിരിക്കും ഹൈ ഫീവർ സമയത്ത് ശരീരത്തിൻ്റെ താപനില എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ 4 പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ബോഡി ടെമ്പറേച്ചർ, പിന്നെ 3 തരത്തിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ആ 3 തരത്തിൽ കാറ്റഗറൈസ് ലോ ഫീവർ, മൈൽഡ് ടു മോഡറേറ്റ്, പിന്നീട് ഹൈ ഫീവർ. അപ്പോൾ ഇത്രയും കാര്യം അറിഞ്ഞിരിക്കാം. പിന്നീട് പനി വരാനുള്ള കാരണങ്ങൾ നമുക്കറിയാം. കാലാവസ്ഥാ മാറ്റം അല്ലെങ്കിൽ ബാക്ടീരിയയുടെ വൈറസിൻ്റെ ഇൻഫെക്ഷൻ വെച്ചിട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ സിംറ്റംസും ഏകദേശം നമുക്കെല്ലാം അറിയാം. വോമിറ്റിങ്ങോ, ശരീരവേദന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്റർ ദി ടെമ്പറേച്ചർ യൂസിങ് എ ഡിജിറ്റൽ തെർമോമീറ്റർ. അതായത് തെർമോമീറ്റർ ഉപയോഗിച്ച് ശരീര താപനില അളക്കണം. പിന്നീട് റിമൂവ് ദി എക്സസ് ക്ലോത്തിങ്, അതായത് അനാവശ്യമായിട്ട് വസ്ത്രങ്ങൾ, അധികം ഇറുകി പിടിച്ചൊക്കെ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അയഞ്ഞ രീതിയിൽ ധരിക്കുക. പിന്നെ കീപ് ദി പേഴ്സൺ ഇൻ എ കൂൾ പ്ലേസ്, ആ വിക്ടിമിനെ ഒരു കൂളായിട്ടുള്ള ഒരു സ്ഥലത്ത് നിർത്തുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഗീവ് എ സ്പോഞ്ച് ബാത്ത് ഇൻ എ ടാപ്പ് വാട്ടർ. അതായത് നമ്മളിൽ ചൂടൊക്കെ വരുന്ന സമയത്ത് തുണിയൊക്കെ പിടിച്ച് നെറ്റിയിലൊക്കെ വെക്കത്തില്ല, അത് തന്നെ സംഭവം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പിന്നീട് ഗീവ് ദി പ്ലെൻറ്റി ഓഫ് ഫ്ലൂയിഡ് ആൻഡ് പ്രിസ്ക്രൈബ്ഡ് ഡോസ് ഓഫ് പാരസെറ്റാമോൾ ടാബ്ലറ്റ്. അതായത് പിന്നീടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം വെള്ളം കൊടുക്കുക, പിന്നെ പാരസെറ്റാമോൾ ടാബ്ലറ്റ് കൊടുക്കുക. അപ്പോൾ ഇതാണ് അതിനകത്ത് ചെയ്യാൻ പറ്റുക. പനിയുടെ ഒരു കാര്യം വരുമ്പോൾ ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം വെള്ളം കുടിക്കുക, പിന്നീട് ടെമ്പറേച്ചറും കൺട്രോൾ ചെയ്ത് നിർത്തുക. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പനിയുടെ നോർമൽ ടെമ്പറേച്ചർ പറഞ്ഞു, അത് കാറ്റഗറൈസ് ചെയ്യുന്നത് ലോ ഫീവർ, മൈൽഡ് ഫീവർ, പിന്നീട് ഹൈ ഫീവർ, പിന്നെ അതിൻ്റെ ഫസ്റ്റ് എയ്ഡ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹീറ്റ് സ്ട്രോക്ക്, അതും ഈ ബോഡി ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം. ഹീറ്റ് സ്ട്രോക്ക് ഈസ് എ സിവിയർ ഹീറ്റ് റിലേറ്റഡ് കണ്ടീഷൻ ആൻഡ് ക്യാൻ ഈവൻ ബി ലൈഫ് ത്രെട്ടനിങ്. അതായത് ഹീറ്റ് സ്ട്രോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവഹാനി വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് കോസ്ഡ് വെൻ ദി ബോഡി കൂളിംഗ് മെക്കാനിസം ഫെയിൽസ് ഡ്യൂ ടു എക്സസൈവ് ഹീറ്റ് ആൻഡ് ഹ്യൂമിഡിറ്റി. നമ്മുടെ ശരീരത്തിന് താപനില കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കിനുമാണ് ഈ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഇമ്പയർമെൻറ്റ് ഇൻ സ്വീറ്റ് ഗ്ലാൻഡ് ഫംഗ്ഷൻ മേ ബി അനദർ കോസ് ഓഫ് ഹീറ്റ് സ്ട്രോക്ക്. നമ്മുടെ സ്വീറ്റ് ഗ്ലാൻഡിൻ്റെ നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്യാത്ത സമയത്തും അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഹീറ്റ് സ്ട്രോക്ക് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടുന്നു, അത്രയേ ഉള്ളൂ. ഹീറ്റ് സ്ട്രോക്ക് എന്ന് വെച്ചാൽ ബോഡി ടെമ്പറേച്ചർ സാധാരണ നിലയെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് സ്ട്രോക്ക് ദി ബോഡി ടെമ്പറേച്ചർ ഈസ് മോർ ദാൻ. അപ്പോൾ ഈ ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 104 ഡിഗ്രി ഫാരൻഹീറ്റിലും കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ ഇത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകുന്ന സമയത്ത് ബോഡി ടെമ്പറേച്ചർ 104 ഡിഗ്രി ഫാരൻഹീറ്റിൽ കൂടുതലായിരിക്കും. അത് മാത്രം അറിഞ്ഞിരിക്കുക. പിന്നീട് ഇതിന് ചെയ്യുന്ന ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിഫ്റ്റ് ദി പേഴ്സൺ ടു എ കൂൾ പ്ലേസ്. പിന്നീട് കൂൾ ദി പേഴ്സൺ ബൈ സ്പോഞ്ചിങ് വിത്ത് എ വെറ്റ് ടവൽ. അപ്ലൈ ഐസ് പാക്സ് ഇൻ ആം പിറ്റ്സ് ആൻഡ് ഗ്രോയിൻ. ഗീവ് ലുക്ക് വാം വാട്ടർ വിത്ത് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, മറ്റേ ഫീവറിൻ്റെ പറഞ്ഞതുപോലെ തന്നെ, വ്യക്തിയെ ഒരു തണുത്ത സ്ഥലത്തേക്ക് മാറ്റുക. പിന്നെ നനഞ്ഞ തുണി കൊണ്ട് ആ വ്യക്തിയെ സ്പോഞ്ച് ചെയ്ത് തണുപ്പിക്കുക. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നെറ്റിയിലൊക്കെ തുണി വെക്കുന്ന കാര്യം പറഞ്ഞു, അതേപോലെ ചെയ്യുക. പിന്നെ ഐസ് പാക്കൊക്കെ ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും കാര്യം ഒന്ന് ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. പിന്നീട് അതായത് ഹീറ്റ് സ്ട്രോക്കിന് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഡി ടെമ്പറേച്ചർ 104 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയെ പറയുന്ന പേര് ഏത് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ Back pain is acute pain in the back of the body. The pain generally persists for a short duration. It indicates that the body is under stress. It is caused due to problems in bones, ligaments and muscles of spine and nerves. അതായത് നടുവേദന വരുന്ന സമയത്ത് വേദന സാധാരണമായിട്ടൊരു കുറച്ച് കാലത്തേക്ക് നിലനിൽക്കും. ഇത് ശരീരത്തിൻ്റെ സമ്മർദ്ദത്തെ സൂചിപ്പിക്കുന്നത്. അതായത് അസ്ഥികളോ അസ്ഥിബന്ധങ്ങളോ നട്ടെല്ലോ ഞരമ്പോ പേശികളുടെ പ്രശ്നങ്ങൾ മൂലം ഇത് നടുവേദന ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇരുത്തയും നമ്മുടെ ശരിയായ രീതിയിൽ ഇരിക്കാത്തത് കൊണ്ടോ ശരിയായ രീതിയിൽ കിടക്കാത്തത് കൊണ്ടോ അപ്പോൾ നട്ടലിനൊരു സ്ട്രെയിൻ വരുന്ന സമയത്താണ് ഇത് നടുവേദന വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കിഡ്നി അല്ലെങ്കിൽ ബ്ലാഡർ പ്രോസ്റ്റേറ്റ് ഡിസോർഡർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിനും ബാക്ക് പെയിൻ വരും. പിന്നെ സ്ട്രെസ്സും അതിനകത്തുള്ള ഒരു ഫാക്ടറാണ്. പിന്നെ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മസാജ് വിത്ത് ഹോട്ട് ഓർ കോൾഡ് പാക്സ് ആൻഡ് യൂസ് പെയിൻ കില്ലേഴ്സ് ഓർ റിലാക്സൻസ് ഫോർ പെയിൻ റിലീഫ്. റെസ്റ്റ് എടുക്കുക. ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ചാൽ റെസ്റ്റ് എടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ഇതിനകത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആസ്മയുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യേണ്ടതെന്ന്. ആസ്മ ഈസ് എ ക്രോണിക് ഇൻഫ്ലമേറ്ററി ലങ് ഡിസീസ് ദാറ്റ് കോസസ് ദി എയർവേസ് ടു ടൈറ്റൻ ആൻഡ് ബിക്കം നാരോ, കോസിങ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്. അതായത് ശ്വാസകോശ സംബന്ധമായ ഒരു അസുഖമായത് ആസ്മ എന്ന് പറയുന്നത്. ഇത് ശ്വാസനാളത്തെ ടൈറ്റ് ആക്കും. അതായത് നമുക്ക് ശ്വാസ തടസ്സം ഉണ്ടാക്കും, ശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ സിംറ്റം എന്ന് പറയുന്നത് നമുക്ക് ശ്വാസതടസ്സം മെയിനായിട്ടുള്ള സിംറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസതടസ്സം തന്നെ. അപ്പോൾ ഈ ആസ്മ എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇതൊരു ജനറ്റിക്കലായിട്ട് വരുന്ന ഒരു ഹെറിഡിറ്ററി ഫാക്ടർ ഈ ആസ്മയ്ക്കകത്ത് ബാധിക്കും. പിന്നുള്ള കാര്യം എന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ്, ഡസ്റ്റ്, മൈറ്റ്, പോളൻ, ഓക്യുപ്പേഷൻ എക്സ്പോഷർ അങ്ങനെയുള്ള എൻവയോൺമെൻറ്റലായിട്ടുള്ള കാര്യങ്ങളും ബാധിക്കും. അപ്പോൾ പ്രധാനമായിട്ടൊരു ഹെറിഡിറ്ററി ഫാക്ടറായി ഈ അസുഖം വരാനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഓഫ്
അറ്റാക്ക് യൂസ് ആസ്മ ഇൻഹെയിലേഴ്സ്. അതിന് ഇൻഹെയിലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻഹെയിലേഴ്സ് ഉപയോഗിക്കാം. ആസ്മ ഇൻഹെയിലേഴ്സ് ആർ ഹാൻഡ് ഹെൽഡ് പോർട്ടബിൾ ഡിവൈസ് ദാറ്റ് സപ്ലൈ മെഡിക്കേഷൻ ടു ദി ലങ്സ്. അതായത് ആസ്മ ഇൻഹെയിലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോർട്ടബിളായിട്ടുള്ള ഒരു ഡിവൈസാണ്, ലങ്സിന് വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻ നൽകാനുള്ള പോർട്ടബിളായിട്ടുള്ള ഒരു ഡിവൈസ്. അപ്പോൾ ദിസ് ഹെൽപ്സ് കൺട്രോളിങ് ആസ്മ സിംറ്റംസ് ഇൻ അഡൾട്ട് ആൻഡ് ചിൽഡ്രൻ. ഒന്നുമില്ല, ഇൻഹേലർ ഉപയോഗിക്കുക. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇൻഹേലർ ആസ്മ അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് ഇൻഹേലർ ഉപയോഗിക്കുക. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഫുഡ് ബോൺ ഇൽനെസ്. അതായത് ഫുഡ് ബോൺ ഇൽനെസ് ഒക്കോ by consuming unhygienic foods and water. Bacteria are the common cause of food contamination. അതായത് ശുചിത്വമില്ലാത്ത ഭക്ഷണങ്ങളും വെള്ളവും കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം ഏത്? ഭക്ഷ്യജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ബാക്ടീരിയകളാണ്. ഇതിൻ്റെ സിംറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദി കോമൺ സിംറ്റംസ് ഇൻക്ലൂഡ് ഡയറിയ വിച്ച് മേ ബി ബ്ലഡി, നൗസിയ, അബ്ഡോമിനൽ ക്രാംസ്, വൊമിറ്റിംഗ്, ഫീവർ, ഡീഹൈഡ്രേഷൻ, ഷാലോ ബ്രീത്ത്, റാപ്പിഡ് പൾസ്, പെയിൽ സ്കിൻ ആൻഡ് ചെസ്റ്റ് പെയിൻ. അതായത് രക്തസ്രാവം, ഓക്കാനം, വയറുവേദന, ഛർദി, പനി, നിർജ്ജലീകരണം, ഭയങ്കരമായിട്ട് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ പൾസിൻ്റെ റേറ്റ് കൂടുതൽ, പിന്നെ ചർമ്മത്തിനുള്ള പ്രശ്നങ്ങൾ, പിന്നെ നെഞ്ചുവേദന, വയറിളക്കം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതെന്ന് പറയുന്നത് ഫുഡ് ബോണിൽ, അതായത് ഭക്ഷ്യജന്യ രോഗങ്ങളെന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിന് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്ന സമയത്ത് ORS ലൈന് കൊടുക്കാറുണ്ട്, ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ORS ഷുഡ് ബി ഗീവൺ വിത്ത് ലൂക്ക് വാം വാട്ടർ. അതായത് ഇളം ചൂടുവെള്ളത്തിലെ ORS ലൈന് കൊടുക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം ഇൻ സിവിയർ കേസ് ദി പേഷ്യൻറ്റ് നീഡ്സ് ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലൈസേഷൻ. സിവിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യണം. പിന്നീട് ഇതിനകത്തുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ORS ലൈൻ എങ്ങനെ ഉണ്ടാക്കുന്നു, ORS സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രിങ്കിങ് വാട്ടർ 1 ലിറ്റർ അറിഞ്ഞിരുന്നാൽ മതി. ഡ്രിങ്കിങ് വാട്ടർ 1 ലിറ്റർ, പിന്നെ ഷുഗർ 6 ടീസ്പൂൺ, 6 ടീസ്പൂൺ ഷുഗർ, പിന്നെ ഉപ്പ് 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ലിറ്റർ വെള്ളവും 6 ടീസ്പൂൺ പഞ്ചസാര, പിന്നീട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. അപ്പോൾ ഇത്രയും കാര്യം ഇത് മൂന്നും ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ORS ലൈന് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഭക്ഷ്യജന്യ രോഗങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ORS സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ORSൻ്റെ ഫുൾ ഫോം അറിഞ്ഞൊരു കാര്യമുള്ളൂ, ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞാലും ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്തൊന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ഫസ്റ്റ് എയ്ഡിൻ്റെ കടമകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് അറിഞ്ഞിരിക്കുക. പിന്നീട് നമുക്ക് ഈ ആക്സിഡൻറ്റോ അങ്ങനെ എമർജൻസി സിറ്റുവേഷൻസോ വരുമ്പോൾ ഉള്ള കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. അത് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ചെക്ക് ഫോർ ബ്ലീഡിങ്, പിന്നീട് ചെക്ക് ഫോർ ഹെഡ്, നെക്ക് ആൻഡ് സ്പൈനൽ ഇഞ്ചുറി, പിന്നീട് ഡിറ്റർമൈൻ റെസ്പോൺസീവ്നെസ്. പിന്നീടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒബ്സർവ് ABCDE ഉണ്ട്. നമുക്ക് ABC അറിഞ്ഞിരിക്കുക. ABC എന്ന് വെച്ച് കഴിഞ്ഞാൽ എയിൽ എയർവേ, B എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീത്തിങ്, C എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കുലേഷൻ, പിന്നെ D എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസബിലിറ്റി, E എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോഷർ. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഫീവറിൻ്റെ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്ന് അത് പറഞ്ഞു, അത് നോക്കുക. പിന്നെ അതുമായി ബോഡി ടെമ്പറേച്ചർ കാറ്റഗറൈസ് ചെയ്തിട്ട് ലോ ഫീവർ, മൈൽഡ് ടു മോഡറേറ്റ് ഫീവർ, ഹൈ ഫീവർ എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്, അതുകൂടി നോക്കുക. അപ്പോൾ ഹൈ ഫീവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 104 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിലായിരിക്കും ഹൈ ഫീവർ, അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ അതിൻ്റെ ഫസ്റ്റ് എയ്ഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമായി ബന്ധപ്പെട്ട് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 104 ഡിഗ്രി ഫാരൻഹീറ്റ് കൂടുതലായിരിക്കും ഏതെന്ന് പറയുന്നത് ഹീറ്റ് സ്ട്രോക്ക് വരുന്ന സമയത്ത് ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ടെമ്പറേച്ചർ മാത്രം ഓർത്തിരുത്താൽ മതി. പിന്നെ ബാക്ക് പെയിനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും അറിഞ്ഞിരിക്കുക. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ ആസ്മയുടെ കാര്യം ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം ആസ്മ ഒരു സമയത്ത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഹേലറാണ് യൂസ് ചെയ്യുന്നത്, അവിടെ അതറിഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ ഭക്ഷ്യജന്യ രോഗങ്ങൾ പറഞ്ഞപ്പോഴത്തേനും അവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട്, അത് നമ്മൾ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ഇവിടെ അറിഞ്ഞിരിക്കുക ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട്. പിന്നെ ORS സൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വിധം അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിൽ ഇതിനകത്ത് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എ പേഴ്സൺ സഫറിങ് ഫ്രം ഫീവർ, അതായത് 98.8 ഡിഗ്രി ഫാരൻഹീറ്റിനും 100.8 ഡിഗ്രി ഫാരൻഹീറ്റിനും ഇടയിലാണെന്നുണ്ടെങ്കിൽ ഈസ് സെഡ് ടു ബി സഫറിങ് ഫ്രം ഡാഷ് ഫീവർ. നമ്മൾ 3 കാറ്റഗറി പറഞ്ഞിട്ടില്ലായിരുന്നു, അപ്പോൾ അതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അതായത് ലോ ഫീവർ കാറ്റഗറി പെട്ടതായിരിക്കും ഈ ഫീവർ എന്ന് പറഞ്ഞാൽ. എ പേഴ്സൺ സഫറിങ് ഫ്രം ഫീവർ ഈസ് സെഡ് ടു ബി
സഫറിങ് ഫ്രം ഡാഷ് ഫീവർ. അതായത് ആ ഒരു ബോഡി ടെമ്പറേച്ചർ കൂടി നോക്കിയിട്ട് വേണം ഏത് ഫീവർ ആണ്, ലോ ആണോ മൈൽഡ് ആണോ ഹൈ ഫീവർ ആണോ എന്ന് നോക്കാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ 98.8 ഡിഗ്രി ഫാരൻഹീറ്റിനും 100.8 ഡിഗ്രി ഫാരൻഹീറ്റിനും ഇടയിലായതുകൊണ്ട് ലോ ഫീവർ ആയിരിക്കും. അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എ പേഴ്സൺ ഹാവിങ് എ ടെമ്പറേച്ചർ ഓഫ് 104 ഡിഗ്രി ഫാരൻഹീറ്റ് ആൻഡ് എബോവ് ഈസ് സെഡ് ടു ബി സഫറിങ് ഫ്രം ഡാഷ് ഫീവർ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫീവർ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 104 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ഹൈ ഫീവർ, അല്ലെങ്കിൽ വേറൊരു ഉത്തരം കൊടുക്കാന്നുള്ളത് ഹീറ്റ് സ്ട്രോക്കും. അപ്പോൾ പ്രധാനമായിട്ടും മെയിനായിട്ട് കൊടുക്കാൻ പറ്റിയത് ഹൈ ഫീവർ എന്നുള്ളൊരു ഉത്തരവാണ്, എന്നാലും ഹീറ്റ് സ്ട്രോക്ക് കൂടി അറിഞ്ഞിരിക്കുക. അടുത്തത് ഇൻ ഹൈ ഫീവർ എ പേഴ്സൺ ഷുഡ് ബി കെപ്റ്റ് ഡാഷ് ബൈ സ്പോഞ്ചിങ് വിത്ത് എ വെറ്റ് ടവൽ ഓർ അപ്ലൈങ് ഐസ് പാക്സ് ഇൻ ദി ആംബിറ്റ്സ്. അതായത് ഒരു ഹൈ ഫീവർ ഉള്ള സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും എന്താ ചെയ്യേണ്ടതെന്ന്, ആ വ്യക്തി ഒരു കൂൾ പ്ലേസിലോട്ട് മാറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കൂൾ പ്ലേസ് എന്നുള്ളതാണ്. അടുത്തത് 4ാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാഷ് ഈസ് എ ക്രോണിക് ലങ് ഡിസീസ് ദാറ്റ് ടൈറ്റൻസ് ആൻഡ് നാരോസ് ദി എയർവേസ്. ഡാഷ് ഈസ് എ ക്രോണിക് ലങ് ഡിസീസ് ദാറ്റ് ടൈറ്റൻസ് ആൻഡ് നാരോസ് ദി എയർവേസ്. നമ്മൾ ആസ്മയാണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. നമ്മൾ ആസ്മ വരുന്ന സമയത്ത് അതൊരു ലങ് ഡിസീസ് ആണെന്നും അത് ശ്വാസത്തിന് തടസ്സം ഉണ്ടാകുന്ന കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ആസ്മ ഈസ് എ ക്രോണിക് ലങ് ഡിസീസ് ദാറ്റ് ടൈറ്റൻസ് ആൻഡ് നാരോസ് ദി എയർവേസ്. ഇതാണ് 4ാമത്തെ ഉത്തരം എന്ന് പറഞ്ഞാൽ. പിന്നെ 5ാമത്തെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടില്ലാത്ത വേറൊരു രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രോങ്കോഡിലേറ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ കേസ് ഓഫ് ഡാഷ് അറ്റാക്ക്. അതായത് ആസ്മാറ്റിക്, നമ്മൾ ഇൻഹേലറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അതിൻ്റെ മറ്റൊരു പേരായിരുന്നു പറയുന്നത് ബ്രോങ്കോഡിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു ചെറിയൊരു മരുന്ന് കണക്കൊരു സംഭവം വെക്കും, അതാണ് ബ്രോങ്കോഡിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഉത്തരം എന്ന് പറയുന്നത് ആസ്മാറ്റിക് അറ്റാക്ക് വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതെന്ന് പറയുന്നത് ബ്രോങ്കോഡിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിന് കൊടുക്കുന്നൊരു മെഡിക്കേഷൻ ഏതെന്ന് പറയുന്നത് ബ്രോങ്കോഡിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 6ാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ ഡാഷ് ആർ ദി മൈക്രോ ഓർഗാനിസംസ് വിച്ച് ആർ സെഡ് ടു ബി ദി മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഫുഡ് കണ്ടാമിനേഷൻ. അതായത് ഭക്ഷ്യജന്യ രോഗങ്ങൾക്ക് പ്രധാനമായും പറയപ്പെടുന്ന ഒരു ഉണ്ടാകാനുള്ള കാരണമായിട്ട് പറയപ്പെടുന്ന മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് ബാക്ടീരിയ. അടുത്ത 7ാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാഷ് ഈസ് എ സിംറ്റം ആൻഡ് നോട്ട് എ ഡിസീസ്. എല്ലാവർക്കും അറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫീവർ ഈസ് എ സിംറ്റം ആൻഡ് നോട്ട് എ ഡിസീസ്. പനി ഒരു അസുഖമല്ല, ഒരു രോഗലക്ഷണമാണെന്ന്. അപ്പോൾ ഈ 7 ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം. എന്ന് പറഞ്ഞാൽ ആദ്യത്തേന്ന് വെച്ചാൽ 98.8 ഡിഗ്രി ഫാരൻഹീറ്റ് 100നും ഇടയിലാണെന്നുണ്ടെങ്കിൽ ലോ ഫീവർ ആയിരിക്കും. 104 മുകളിലാണെന്നുണ്ടെങ്കിൽ ഹൈ ഫീവർ ആയിരിക്കും. പിന്നീട് ഒരു പനി വന്ന ഹൈ ഫീവർ ഉള്ള ഒരാളെ നമ്മൾ മാക്സിമം കൂൾ പ്ലേസിലോട്ട് മാറ്റാൻ നോക്കണം. പിന്നീട് ഡാഷ് ഈസ് എ ക്രോണിക് ലങ് ഡിസീസ്, അതായത് ആസ്മ ഈസ് എ ക്രോണിക് ലങ് ഡിസീസ്. പിന്നെ ആസ്മാറ്റിക് അറ്റാക്ക് വരുന്ന സമയത്ത് ബ്രോങ്കോഡിലേറ്റേഴ്സ് എന്ന മെഡിക്കേഷൻ ഉപയോഗിക്കുന്നത്. പിന്നീട് ഫുഡ് കണ്ടാമിനേഷൻ ഉപയോഗിക്കുന്നത്, അതായത് ഭക്ഷ്യജന്യ രോഗങ്ങളുടെ പ്രധാന മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് ബാക്ടീരിയ. പിന്നീട് ഫീവർ ഈസ് എ സിംറ്റം ആൻഡ് നോട്ട് എ ഡിസീസ്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.